നമസ്കാരം. ലാലിഗയിലെ പ്രധാനപ്പെട്ട രണ്ട് ടീമായിട്ടുള്ള റയൽ മാഡ്രിഡും ബാഴ്സലോണയും ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ഫിനിഷ് ചെയ്തു. അത്ലറ്റിക്കോ മാഡ്രിഡും ഫിനിഷ് ചെയ്തു. അതിൽ പറയേണ്ടത് ബാഴ്സലോണക്കും റയലിനും സന്തോഷം തന്നെയാണ്. കാരണം ആദ്യത്തെ രണ്ട് മത്സരങ്ങളും വിജയിച്ചു. തന്നെ റയലാണെങ്കിൽ പിന്നെ ആദ്യത്തെ മത്സരത്തിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസാണ് ഒവേദുവിനെതിരെ നടത്തിയിട്ടുള്ളത്. ബാഴ്സലോണ അങ്ങനെ തന്നെയാണ്. ബാഴ്സലോണ നമ്മൾ പോയ സീസണിലെ കണ്ട ബാഴ്സലോണയുടെ അതേ ആവർത്തനം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരം നമുക്കറിയാം. ഇന്നലെ മിനിയാന്നത്തെ മത്സരം 2 ഗോൾ കൺസീഡ് ചെയ്തിട്ട് പിന്നീട് 3 ഗോൾ തിരിച്ചടിക്കുന്ന ബാഴ്സലോണ. നമ്മുടെ ഈ ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയിൽ കണ്ട അതേ അനിശ്ചിതത്വങ്ങളാണ്. അതായത് ആദ്യത്തെ പകുതിയിൽ 2 ഗോൾ പിന്നിൽ പോകുന്നു, പിന്നീട് സെക്കൻഡ് ഹാഫിൽ 2 അടിക്കുന്നു, എന്നിട്ട് വിജയ് ഗോൾ ഒരു എക്സ്ട്രാ ടൈമിനോട് അടുത്ത് വരുന്നു. ഒരു ടിപ്പിക്കൽ ഫ്ലിക്കിൻ്റെതാണ്. നമ്മൾ പോയ സീസൺ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ലിസ്ബണൊക്കെ പോയിട്ട് ഇതുപോലെയായിരുന്നു 4-3 മത്സരം വിജയിക്കുന്നത്. അപ്പോൾ ഫസി എങ്ങനെയാണ് റയലിൻ്റെ ഇന്നലത്തെ മത്സരം കാണുമ്പോൾ? ഒവേദു നമുക്കറിയാം, ഒവേദു 21 വർഷങ്ങൾക്ക് ശേഷം വന്നൊരു ടീമാണ്. പക്ഷേ അവരുടെ സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ നമ്മൾ പറയേണ്ടതാണ്. ഭയങ്കര ഒരു ബ്ലൂ കളർന്നൊരു അറ്റ്മോസ്ഫിയർ. മൊത്തത്തിൽ പിന്നെ റയൽ നല്ലൊരു ആധിപത്യം പുലർത്തിയ മത്സരമാണ്. ഏത് രീതിയിൽ നോക്കിയാലും കറക്റ്റ് ആധിപത്യം. പക്ഷേ 81 മിനിറ്റ് വരെ ഒരു ഗോളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് എൻ്റെ എത്തിയപ്പോൾ ഗോളിലും കൂടി അത് ശരിയാക്കി. എന്താണ് മൊത്തത്തിൽ റയലിൻ്റെ ഒരു പെർഫോമൻസ് ആണ് എന്താണെന്ന് തോന്നുന്നു? നമ്മൾ റയലിൻ്റെ പഴയ സിസ്റ്റം അങ്ങനെ തന്നെ ആയിരുന്നു. അതൊരു 80 മിനിറ്റ് വരെ ഗോളൊന്നും അടിച്ചില്ലെങ്കിലും അവസാനത്തിൽ ഗോളടിക്കുക, ജയിക്കുക എന്നുള്ള റയലിൻ്റെ സിസ്റ്റത്തിന് അതുപോലത്തെ ഒരു മത്സരമായിരുന്നു ഈ ഒരു ഒവേദുവിനെതിരെ നടന്നിട്ടുള്ളത്. ഫസ്റ്റ് ഒവേദുവിന് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫാൻസിൻ്റെ വെൽക്കമിങ് ഉണ്ടായിരുന്നു. മുമ്പത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് റയൽ സഹായിച്ചു എന്നുള്ള പേരിൽ. പക്ഷെ അത് ഗാലറിയിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിനകത്തേക്ക് എത്തിയപ്പോൾ മാറി. ഭയങ്കരമായിട്ട് വിനീഷ്യസിനെതിരെ കൂവല്, റേസിസ്റ്റ് ചാൻസ് വന്നു. ആള് പരാതിപ്പെടുക വരെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ, അതായത് റയലിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രഗിൾ പോലും കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ. അതേപോലെ തന്നെ ഡിഫൻസ് ലൈൻ ഭയങ്കര ഒരു ലോ ബ്ലോക്ക് ഇടുകയും 5 ഡിഫൻഡേഴ്സിനൊക്കെ വെച്ചിട്ട് റയലിനെതിരെ ഗോള് വഴങ്ങൂല എന്ന് ഉറപ്പിക്കുക. ഒരു പോയിന്റെങ്കിലും ഒരു പോയിന്റ് വാങ്ങി മടങ്ങണം. സ്വന്തം ഗ്രൗണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലായിരുന്നു ഒവേദു കളിച്ചത്. അത് ബ്രേക്ക് ചെയ്ത് എംബാപ്പയുടെ ഗോള് വരുന്നത്. ആ ഗോള് വരുന്ന ബിൽഡപ്പ് തന്നെ ഷൗമനി നല്ലൊരു ടാക്കിളിലൂടെ ആ ബോൾ റിക്കവർ ചെയ്യുന്നു. അർദ ഗുള്ളറിന് നൽകുന്നു. ഗുള്ളറിൻ്റെ പാസും എംബാപ്പയുടെ ടേണും എല്ലാം കൊണ്ടും ഫാൻസിന് നല്ലൊരു ഹൈ മൊമെൻ്റ് ആയിരുന്നു ആ ഒരു ഗോള്. കാരണം അതുവരെ ഗോൾ അടിക്കാൻ പറ്റാതെ നിന്ന ഒരു സമയത്ത് ഗോൾ അടിക്കുന്നു. റയൽ ഒരു സേഫ് സോണിലേക്ക് എത്തുന്നു. ഒരു ഗോളിൻ്റെ സേഫ് സോണിലേക്ക് എത്തുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ വിനീഷ്യസിൻ്റെ പെർഫോമൻസ്, സബിൽ നിന്ന് ഇറങ്ങി വരികയും ആൾ ഗോൾ അടിക്കുകയൊക്കെ ചെയ്യുന്നു. എല്ലാം കൊണ്ടും റയലിൻ്റെ ഫാൻസിന് ഹാപ്പി ആവാനുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. സാവി, റോഡ്രിഗോക്ക് കുറേ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു റോഡ്രിഗോ ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ലെവലിൽ വരുന്നു. അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. റോഡ്രിഗോക്ക് പറ്റിയൊരു പൊസിഷൻ റോഡ്രിഗോക്ക് കൊടുക്കുന്നു. എല്ലാം കൊണ്ടും ഫാൻസിന് ഹാപ്പി ആവാനുള്ളൊരു മൊമെൻറ്റ്സ് കിട്ടിയൊരു മത്സരമാണ്. എങ്കിൽ കൂടി ഒവേദുവാണ് 3 പോയിന്റ് കിട്ടി, 3 ഗോൾ അടിച്ചു എന്നുള്ളപ്പോഴത്തേക്ക് ഇത് വെച്ച് നമുക്ക് സീസണിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമല്ല കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് റയൽ തെളിയിക്കാനുണ്ട്. ബേസിക്കലി എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കിലിയൻ എംബാപ്പയും വിനീഷ്യസും ഡിഫൻസ് ലൈനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാക്കോട്ടേക്ക് വന്നു. അത് മുമ്പത്തെ സിസ്റ്റത്തിൽ റയൽ മാഡ്രിഡിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്ലെയർ ഫോർവേഡിൽ നിന്ന് ഇറങ്ങി വരാറില്ലായിരുന്നു. പക്ഷേ സാബി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം. ആൾ മുമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള അതേ സാധനം സ്ട്രൈക്കറും ബാക്കിൽ വന്ന് ബോൾ റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു സാധനം ആയിരിക്കും ഒരു പക്ഷേ ഇനി റയലിനെ ഈ സീസണിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് മാറാനുള്ള സാധ്യത. അതിൽ പിന്നെ നമ്മൾ പറയേണ്ട ഒരു പേര് നമ്മുടെ ഡിഫെൻഡിങ് ആണ്. പോയ സീസണിൽ ഏറ്റവും കൂടുതൽ ഇട്ടിരുന്നൊരു സംഭവമാണ് റയലിൻ്റെ ഡിഫൻസ്. അതിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല കാർവാഹാലൊക്കെ ഒരു ലീഡിങ് എന്ന നിലയിൽ തന്നെ പെർഫോം ചെയ്തു. അതുപോലെ ഹ്യൂസൺ നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ റൂഡിഗറാണ് എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് മങ്ങിയെന്ന് തോന്നുന്നു. എന്താണ് റയലിൻ്റെ ഡിഫൻസ് തോന്നുന്നത്? എങ്ങനെയാണ് റയലിൻ്റെ ഡിഫൻസിലെ കോമ്പിനേഷൻ സാവി വർക്കൗട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ മുമ്പ് റുഡിഗറും അതുപോലെ തന്നെ അസെൻഷ്യോ ആയിരുന്നു ലാസ്റ്റത്തെ PSG ആയിട്ടുള്ള മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരം എഡർ മിലിറ്റാവും ഹ്യൂസനും കളിക്കുന്നു. ഇപ്പോൾ ഹ്യൂസൻ്റെ കൂടെ പേരെയാൻ റുഡിഗർ. അപ്പോൾ ആളെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സിസ്റ്റത്തിന് ആരാണ് ഫിറ്റിൻ ആവുന്ന പ്ലെയർ എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണ്. ഇപ്പോൾ ഹ്യൂസൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ ഹ്യൂസൻ്റെ എല്ലാവരും ഇപ്പോൾ പറയുന്നത് ടോണി ക്രൂസ് ഇൻ ദ ഡിഫൻസ് എന്നാണ്. പാസിംഗ് എബിലിറ്റി ഒരു 90% അബവ് എല്ലാ മത്സരമുണ്ട്. ഏരിയയിൽ വിൻ ചെയ്യുന്നു. എല്ലാം കൊണ്ടും മിഡ്ഫീൽഡിൽ കളിക്കേണ്ട ഒരു പേരിനെ ഡിഫൻഡർ ആക്കിയ രീതിക്കാണ് ഹ്യൂസൻ കളിക്കുന്നത്. റുഡിഗർ റുഡിഗറിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ 100% എത്തിയില്ലെങ്കിലും ആൾക്ക് പറ്റുന്ന രീതിക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്തപ്പം ഇയാളുടെ പെർഫോമൻസ് കുറച്ച് ചെറുതായിട്ട് നമുക്ക് തോന്നുന്നതാണ് ബേസിക്കലി. അതുപോലെ തന്നെ റൈറ്റിംഗ് ബാക്കിൽ കാർവാഹാലിന്റെ തിരിച്ചുവരവ്, ഒരു ACL കഴിഞ്ഞൊരു പ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നവും ആളുടെ പെർഫോമൻസിൽ കാണാല്ലേ. വെരി ഫസ്റ്റ് മൊമെന്റിൽ റോഡ്രിഗോ കൊടുത്ത ക്രോസ് അപ്പുറത്ത് ഫിനിഷ് ചെയ്യാൻ വന്നത് കാർവാഹാലായിരുന്നു. അത് ടോപ്പ് ടു ബോട്ടം റൺ ചെയ്ത് കളിക്കും, ഡിഫെൻഡിങ് സൈഡിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പഴയ കാർവാഹാൽ തന്നെ ACL കഴിഞ്ഞ് തിരിച്ചു വരുന്നത് റയൽ ഫാൻസ് ഭയങ്കര സന്തോഷമാണ്.
ഒരു ക്യാപ്റ്റൻ മെൻറ്റാലിറ്റി ഉള്ള പ്ലെയർ. ഇപ്പം ഫെഡറിക്കോ വാൽവേർഡെ ക്യാപ്റ്റനാണ്, പക്ഷേ ആൾ ഒരേ ഏജുള്ള പ്ലെയേഴ്സിനോട് കമാൻഡ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ടീമിൻ്റെ മെൻറ്റാലിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന അറിയില്ല. പക്ഷേ കാർവാഹാൽ സീനിയറാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. ആളുടെ ആ ഒരു ഓരോ മിസ്റ്റേക്സിനും അതേ സ്വന്തം പ്ലെയേഴ്സിനോട് അയാൾ കമാൻഡ് ചെയ്യുന്ന രീതി കാണുമ്പോൾ ആ ഒരു പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. അതാണ് ഈ ഒരു കളിയിൽ റയലിനെ ഭയങ്കരമായിട്ട് മുന്നോട്ടേക്ക് പുഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സാബിയുടെ സിസ്റ്റം നമ്മൾ മുമ്പ് പറഞ്ഞാണല്ലോ അല്ല എത്രമാത്രം ഇംപ്ലിമെൻറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഗുള്ളർക്ക് സാബിയുടെ വരവിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ആഞ്ചലോട്ടിയുടെ സിസ്റ്റത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ഇന്ന് എന്താണ് ഗുള്ളർ ഒന്ന് ഇറക്കി വിടും എന്ന് ഫാൻസൊക്കെ ചോദിക്കാറ്. പക്ഷേ ഇന്നലെ അടക്കം ഗുള്ളർ നല്ല പെർഫോമൻസ് ആണ് സാബിയുടെ വരവിൽ. എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സാബി അലോൺസോൻ്റെ ഈ ലെവർക്യൂസൺ ടീമിൻ്റെ കളി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വിയറ്റ്സ് എങ്ങനെയാണോ കളിച്ചിരുന്നത് ഒരു പ്ലേ മേക്കർ റോളിൽ ഗുള്ളറിനെ കളിപ്പിക്കാനാണ് സാബി ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലത്തെ കളിയിൽ അസിസ്റ്റും ആ ഒരു ക്രിയേറ്റിംഗ് മെൻറ്റാലിറ്റി അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ ഗുലറി പറഞ്ഞ പോലെ ഇറങ്ങി വന്നിട്ട് ബോൾ എടുക്കുന്നുണ്ട്, അതുപോലെ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ടിന് വേണ്ടി ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഗുലർ ഒരു വേർഡ് സ്റ്റൈലിലേക്കൊരു പ്ലെയർ അയക്കാം. അപ്പോൾ അത് ഗുലറിനെ എങ്ങനെ ആ ഗുലർ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഈ സീസൺ മുന്നോട്ട് പോകുന്നവരും ഗുലേർ നല്ല രീതിയിൽ വരുന്നതാണ് എനിക്ക് എൻ്റെ പ്രതീക്ഷ. റയലൊന്നും ആടില്ല, നമുക്ക് ബൈസിലേക്ക് പോകാൻ ബൈസ് നമുക്കറിയാം. ഇപ്പോൾ റാഷ്ഫോർഡ് എന്താ പറയുക ബാഴ്സലോണയിൽ കളിക്കാൻ ആഗ്രഹിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. മുമ്പ് ഗുണ്ടോഗം വന്നിട്ടുണ്ട്, പക്ഷേ കരഞ്ഞാണ് പറഞ്ഞയച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ വന്ന ഒരാളാണ്. വരാൻ ആഗ്രഹമുള്ള പലരും വന്നില്ല. അങ്ങനെ വന്ന ഒരാളാണ് ഈ റാഷ്ഫോർഡ് എന്ന് പറയുന്നത്. പക്ഷേ റാഷ്ഫോർഡിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ സ്റ്റാർട്ടിങ് ലെവലിലുണ്ട്. പക്ഷേ അതേസമയം നമ്മുടെ ഫെറാൻ ടോറസ് അതിഗംഭീരമായിട്ട് ഫോമിലുമാണ്. എന്താണ് തോന്നുന്നത്? നമ്മൾ മുമ്പ് ഒരു സീസണിന് മുമ്പ് നമ്മൾ ഇരുന്ന ഡിസ്കഷൻ നമ്മൾ പറഞ്ഞാണ് ഒരുപക്ഷെ റാഷ്ഫോർഡ് ആയിരിക്കും ലെവൻഡോസ്കിക്ക് പകരക്കാരൻ ഒരു സ്ട്രൈക്കർ റോളിലേക്ക് വരിക എന്നുള്ളത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഫെറാൻ ടോറസിനെ എന്ത് ചെയ്തു, ഹാൻസി ഫ്ലിക്ക് സ്ട്രൈക്കറായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അയാളുടെ എല്ലാ മാച്ചസിലെയും 100% എഫേർട്ട് ഇടുകയും കൃത്യമായിട്ട് എന്നും സ്കോർ ഷീറ്റിൽ ഫെറാൻ ടോറസിൻ്റെ പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ഗോളൊക്കെ കാണാം, ഒരു ഇതാണ് വോളിയാണ്. ആരും പ്രതീക്ഷിക്കാത്ത പൊസിഷനിൽ എതിർ ഡിഫൻഡർ ഇയാളെ ബാക്കോട്ട് ഡ്രാഗ് ചെയ്യുമ്പോഴും ഒരു ഹാഫ് ചാൻസ് കൺവേർട്ട് ചെയ്യുന്നതിൽ ഫെറാൻ ടോറസ് നിന്ന്. പക്ഷെ ആ സമയത്ത് റാഷ്ഫോർഡിൻ്റെ ഒരു 100% കൊടുക്കാൻ പറ്റുന്നില്ലേ എന്ന് നമുക്ക് തോന്നി. ഇപ്പോൾ ഹോങ്കോങ്ങിൽ പോയി കളിച്ച ആ മത്സരത്തിൽ ഒരുപക്ഷെ റാഷ്ഫോർഡിൻ്റെ ടച്ചസും മറ്റൊക്കെ ഫാൻസ് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിരുന്നു. ഈ ഒരു മത്സരത്തിലേക്കൊക്കെ വരുമ്പം ഫാൻസിന് ആ ഒരു തൃപ്തി കൊടുക്കാൻ പറ്റുന്ന പെർഫോമൻസ് റാഷ്ഫോർഡിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും കണ്ടിട്ടില്ല. ഒരുപക്ഷെ അത് പ്രീമിയർ ലീഗൊക്കെ കളിച്ച് വരുന്ന പ്ലെയേഴ്സിന് ലാ ലീഗിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും പലർക്കും കണ്ടിട്ടുള്ള ഒരു സാധനം ഹസാർഡിലും മറ്റൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഫിറ്റിനാവുള്ള സമയം എടുക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നിരുന്നാൽ കൂടി ഒരു തൃപ്തി കൊടുക്കുന്ന പെർഫോമൻസ് റാഷ്ഫോർഡിൽ നിന്ന് വന്നിട്ടില്ല ഈ ഒരു മത്സരത്തിൽ. പക്ഷേ കളി ജയിക്കുന്നു, അതോടെ ഫാൻസ് ഹാപ്പിയാണ്. 2 ഗോൾ ബാക്കിൽ നിർത്തും 3 ഗോൾ അടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഹാൻസി ഫ്ലിക്കിൻ്റെ മെൻറ്റാലിറ്റി തന്നെയാണ്. ആ ഒരു സാധനം ഫാൻസിന് സന്തോഷം ഉണ്ടെങ്കിലും റാഷ്ഫോർഡിൻ്റെ പെർഫോമൻസിൽ എല്ലാവർക്കും ചെറിയൊരു അതൃപ്തി ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഫ്ലിക്കിൻ്റെ എല്ലാതും ആവർത്തിക്കുന്നു പറയുമ്പോൾ അതിൽ ആവർത്തിക്കുന്നു തന്നെയാണ് ഡിഫൻസിൻ്റെ തെറ്റ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ എതിർ ടീം സത്യം പറഞ്ഞാൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹൈലൈന് നമുക്ക് പൊട്ടിച്ചിട്ടുണ്ട്. എതിർ ടീം 2 ഗോൾ അടിച്ചതിൻ്റെ ഒരു തെളിവാണ്. എനിക്ക് തോന്നുന്നു 2 പേരും കൂടി പറയേണ്ടത് യമാലാണ് പെട്രിയാണ്. പോയ വർഷത്തെ സൂപ്പർ സ്റ്റാർസ് റഫീഞ്ഞ അങ്ങനെയാണ്. യമാൽ ഗോൾ അടിച്ചാലും അടിച്ചില്ലെങ്കിലും ആളുടെ പെർഫോമൻസ് ഭയങ്കര എടുത്തു കാണിക്കും ഈ മത്സരത്തിലും. അനദർ മെസ്സി. അതെ, ഒരു 10ാം നമ്പറിന്റെ പ്രഷർ ഒരുപക്ഷെ യമാൽ താങ്ങാൻ പറ്റുമോ എന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ചോദിച്ചിരുന്നു. പക്ഷെ അതൊരു പ്രശ്നമല്ല. ഞാൻ 10 ഇട്ടാലും 19 ഇട്ടാലും പഴയ 27 എടുത്തിട്ടാലും യമാലാണെന്നുള്ളൊരു സിസ്റ്റത്തിലാണ് ആൾ കളിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാ ഡിഫൻസിനെയും ബ്രേക്ക് ചെയ്യുന്നു, എല്ലാ മിഡ്ഫീൽഡേഴ്സിനും ഒരു വട്ടം ചുറ്റിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് സെൽഫ് ഗോൾ വന്നത് പോലും യമാൽ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് ഫെറാൻ ടോറസിന് ക്രോസ് കൊടുത്തതാണ്. ഫെറാൻ ടോറസിനേക്കാളും മേലെ ചാടിയിട്ടാണ് എതിർ ഡിഫൻഡർ സ്വന്തം പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ യമാൽ ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത് അതേ ഫ്രീഡത്തിൽ അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ആയിട്ട് കളിക്കുന്നുണ്ട്, ഒരു പ്രഷറോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ മെസ്സിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണെങ്കിലും പക്ഷെ മെസ്സി കളിക്കും പോലെ തന്നെ ഫ്രീ ആയിട്ട് എല്ലാ ഡിഫൻഡർമാർക്കും ട്രബിളാണ്, മിഡ്ഫീൽഡേഴ്സിനും എല്ലാവർക്കും പ്രഷർ എതിരാളികൾക്കാണ് യമാൽ വരുമ്പോൾ. സ്വാഭാവികമായിട്ടും അയാൾക്ക് അതിൻ്റെ പ്രഷറോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പറയാനുള്ളത് പെഡ്രി എന്നും ആളുടെ പെർഫോമൻസ് എല്ലാ വർഷവും ഭയങ്കര ക്രൂഷ്യലാണ്. മിഡ്ഫീൽഡേഴ്സ് നമുക്കറിയാം, സ്പെയിന് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ജനസാണ്. അത് ലാമാസിയ എന്ന് കൂടിയാണെങ്കിൽ പക്ഷേ പെഡ്രിനെ ലാമാസിയ ടാലന്റ് അല്ലെങ്കിൽ കൂടി ആളെ ബിൽഡ് ചെയ്തത് ബാർസലോണയാണ്. ഒരു ചെറിയ ക്ലബ്ബിൽ നിന്ന് കൊണ്ടുവരുന്നു, പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ വർക്കൗട്ട് ചെയ്തിട്ട് വന്നൊരു പ്ലെയറാണ്. അപ്പോൾ പെഡ്രി നല്ലൊരു ഗോളാണ് കണ്ടെത്തിയത്. അപ്പോൾ ആളുടെ ഒരു പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അടുത്തൊരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ
ഒന്നുകൂടെ ഒരു പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു ഗോള് ഭയങ്കരമായിട്ട് സഹായിച്ചേക്കും. ഈ ഒരു ബാർസന്റെ സിസ്റ്റം നമുക്കറിയാം, 2 ഗോൾ കുടുങ്ങിയാലാണ് അല്ലെങ്കിൽ 2 ഗോൾ വഴങ്ങിയാലാണ് ബാർസ മുന്നോട്ടേക്ക് പോകുന്നത്. പെട്ടെന്ന് ആര് കാണാത്ത സ്പേസ് എത്തിയിട്ട് അടിക്കാൻ പോവാ. എൽ ക്ലാസിക്കോയിൽ ഒരു ഗോൾ അടിച്ച് എനിക്ക് ഓർമ്മ. എന്തെങ്കിലും പൈസ ആഡ് ചെയ്യണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് കൂടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് പോയ സീസണിൽ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു, നന്നായി തുടങ്ങി. ആദ്യത്തെ കുറച്ച് മത്സരം കഴിയുമ്പോൾ അവരായിരുന്നു കപ്പടിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സീസണിൽ മടന്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ലൊരു മിനി അർജന്റീന അവിടെ സ്റ്റിമുലൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ മറ്റെല്ലാ ഇപ്പോൾ റയലിലും പൈസയിലൊക്കെ ഒരു എത്രയോ കൊച്ചുമാർ മാറി വന്നിട്ട് 2011 മുതൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ സിമിയോണി എന്ന് പറയുന്ന ആളുടെ ഒരു എന്താ പറയുക ഒരു ഫിക്സഡ് സീറ്റാണത്. ഇതുവരേക്കും ഇളക്കം തട്ടിയില്ല. അത് കപ്പടിച്ചാലും അവിടെ ഉണ്ടാവും, കപ്പടിച്ചില്ലെങ്കിലും ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പെർഫോമൻസ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? പക്ഷേ ഈ പറഞ്ഞ കാര്യം 2013 മുതൽ ഒരു 10-13 വർഷത്തോളം സിമിയോണി ആണ് അത്ലറ്റിക്കോന്റെ കോച്ച്. ആളുടെ ഒരു സിസ്റ്റം എല്ലാ ക്ലബുകളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരുപക്ഷെ അത്ലറ്റിക്കോക്ക് ഈ ഒരു സീസണിൽ കാര്യമായിട്ട് ബാധിച്ചെന്ന് തോന്നുന്നത്. ആദ്യ മത്സരത്തിലും 2ാമത്തെ മത്സരത്തിലും ഗോൾ അടിക്കുന്നു, ലീഡ് എടുക്കുന്നു. പക്ഷെ അത് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും ആ ലീഡ് ഇൻക്രീസ് ചെയ്യാനോ പറ്റുന്നില്ല. നല്ല സ്ട്രൈക്കേഴ്സ് ഉണ്ട്, സോർലോത്ത് ഉണ്ട്, ഊലിയൻ അൽവാരസ് ഉണ്ട്, അതുപോലെ തന്നെ തിയാഗോ അൽമാഡനെ കൂടി ഒരു നല്ല യങ് പ്ലെയേഴ്സായിട്ട് ഭയങ്കര എജിലായിട്ടുള്ള പ്ലെയേഴ്സ് ഫോർവേഡിൽ ഉണ്ടെങ്കിൽ കൂടി കൂടുതൽ ഗോളുകൾ കണ്ടെത്താൻ പറ്റുന്നില്ല. ഡിഫൻസിൽ ഭയങ്കര എറേഴ്സ് വരുന്നു. ഫസ്റ്റത്തെ കളിയിലെ അപ്പുറത്തേക്ക് 2ാമത്തെ കളിയിലെ ഗോളൊക്കെ വന്നത് ഡിഫൻസ് ഒരു സ്ട്രൈക്കർ, എതിർ ടീമിൻ്റെ ഒരു സ്ട്രൈക്കർ വരുമ്പോഴേക്ക് എല്ലാ ഡിഫൻഡേഴ്സും കൂടി അയാളെ ഫോക്കസ് ചെയ്ത് പോയും ഇപ്പുറത്തെ സ്ട്രൈക്കർ ഫ്രീ ആവുകയും ചെയ്യാം. ഈ ഒരു സിസ്റ്റം മാറേണ്ടതുണ്ട്. ഒരുപക്ഷെ സിമിയോണിന്റെ ടാക്ടിക്സ് എന്താന്നുള്ളത് എതിരിലെ 19 കോച്ചുമാരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഒരേ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പഠിക്കും. ഒന്നെങ്കിൽ ആ സിസ്റ്റം ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ സിമിയോണിനെ ചേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു പക്ഷേ ഈ സീസണിൽ വീണ്ടും ഒരു ട്രോഫി റണ്ണിലേക്ക് വരാനുള്ള സാധ്യത ഇല്ല.